തഞ്ചത്ത് നിന്ന പലതും നേടാം. കുഞ്ഞിനു വേണ്ടിയുള്ള അന്വേഷണം നിർത്താൻ രാജപ്പനോട് പറയുന്ന ആശ. ഇതങ്ങനെയല്ലടോ. ഭാമിനിയുടെ വരവിനെ തടയാൻ ശ്രമിക്കുന്ന ഉണ്ണിത്താൻ. വക്രബുദ്ധിയുള്ള ഒരുത്തിയെ പിടിച്ചു കയറ്റുന്നത്. ഇപ്പൊ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് അർച്ചനയെയും കുഞ്ഞിനെയും കുറിച്ച് അറിയാൻ രാജപ്പനെ വിളിച്ചു വരുത്തണമെന്ന് നടരാജൻ. സത്യം എന്താണെന്ന് നമുക്ക് അയാളെ കൊണ്ട് പറയിപ്പിക്കണം. മൂന്നാറിലേക്ക് പോകുന്ന കാര്യം അർച്ചന അമ്പിളിയോട് പറയുന്നു. വീട്ടുജോലിക്കാരിയായിട്ടാണോ അപ്പൊ അച്ചുവച്ചി പോകുന്നത്? രാത്രി മഴ തുടരുന്നു. എന്റെ കുഞ്ഞിനെ ആര് വിചാരിച്ചാലും തിരിച്ചു പിടിച്ച് തരാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാനും ഞാനില്ല. അർച്ചന അതിലെന്നെ ഉൾപ്പെടുത്തണ്ട. തിരുവനന്തപുരത്ത് പോകാമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടും അർച്ചന വരാൻ താല്പര്യം കാണിച്ചില്ല. മാഡം എന്നോട് കാണിക്കുന്ന സ്നേഹവും താല്പര്യവും എനിക്കറിയാം. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ ആ ലെറ്ററിലെ ഓരോ വാക്കുകളും ഞാൻ വിശ്വസിക്കാം. എന്റെ കുഞ്ഞിന് ഒരബദ്ധം സംഭവിച്ചിട്ടില്ല. എനിക്ക് കൊടുക്കാൻ കഴിയാത്തതൊക്കെ ഇപ്പൊ കൊണ്ടുപോയവരിൽ നിന്ന് അവന് കിട്ടുന്നുണ്ട്. അർച്ചനയ്ക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിൽ അത് നല്ല കാര്യം തന്നെയാ. എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ഇനിയും ചെയ്യും. എനിക്കൊരു മാറ്റം വേണം മാഡം. വീട്ടിൽ തന്നെ വെറുതെ വിഷമിച്ചിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതൊരിക്കൽ അർച്ചനയോട് ഞാൻ സൂചിപ്പിച്ചതല്ലേ. ഒരു ജോലിക്കുള്ള ശ്രമത്തിലാണ് ഞാൻ. വീട്ടിൽ നിൽക്കുന്നതും പ്രശ്നമാണ്. എന്റെ കുഞ്ഞു പോയെങ്കിലും എന്നെ ലക്ഷ്യം വെച്ച് ചിലർ പിന്നാലെയുണ്ട്. ഇനി എന്നെ ചൊല്ലി വീട്ടിലുള്ളവരുടെ സമാധാനം ഇല്ലാതാവരുത്. എല്ലാം കൊണ്ടും ഞാനൊന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത്. അർച്ചനയുടെ ഈ തീരുമാനം ഏറ്റവും നല്ല കാര്യമാണ്. ഒരു ജോലിയാണ് അർച്ചന ആഗ്രഹിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ ഞാൻ ഏർപ്പാടാക്കി തരാം. റിസപ്ഷനിൽ എത്രയോ കുട്ടികൾ ജോലി ചെയ്യുന്നു. മാന്യമായ ശമ്പളവും കിട്ടും. അർച്ചനയ്ക്ക് ഞാൻ തരുന്ന ഉറപ്പാത്. എന്തു പറയുന്നു? മാഡത്തിന് അങ്ങനെ തോന്നിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ കുറച്ച് ദൂരെ എവിടെയെങ്കിലും മാറി നിൽക്കാനാ എൻ്റെ ആഗ്രഹം. ദൂരെ എന്ന് പറയുമ്പോ കേരളം വിട്ടാണോ? അത്രയും ദൂരത്തേക്ക് പോകാൻ വയ്യ. എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ. എറണാകുളത്ത് എൻ്റെ ബന്ധുക്കളുള്ളത് അറിയാലോ. കസിനോട് ഞാൻ പറയാം. എൻ്റെ പഴയൊരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ശരിയായ ഞാൻ അങ്ങോട്ട് പോവാം. ആ ഫ്രണ്ടും ഏതാണ്ട് ഉറപ്പ് പറഞ്ഞ മട്ട. പിന്നെ ഞാൻ എഴുതിയ ബാങ്ക് ടെസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വരാൻ സമയമെടുക്കും. അതുവരെ പിടിച്ചു നിൽക്കണം. അർച്ചനയ്ക്ക് കുറേശ്ശെ കരുത്ത് വരാൻ തുടങ്ങിയെന്ന് ഈ വാക്കുകളിലൂടെ എനിക്ക് മനസ്സിലായി. വേദനയും നൊമ്പരവും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എന്നും സ്ത്രീകളാ. തളർന്നു പോകാതെ കരുത്ത് നേടാൻ ചുരുക്കം പേർക്കേ കഴിയൂ. അർച്ചനയ്ക്ക് ആ മനസ്സുണ്ടായതില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. നന്ദിയുണ്ട് മാഡം. ഇന്നും നമ്മുടെ സൗഹൃദം തുടരും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഏതെങ്കിലും ഒരു ബാങ്കിലെ മാനേജർ കസേരയില് ഞാൻ അർച്ചനയെ ഒരു നാൾ കാണുമെന്ന്. ഇതെന്റെ 2ാം ജന്മമാണ്. അത് തന്നത് മാഡവും. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. അർച്ചനയ്ക്ക് നല്ലൊരു കാലം ഉണ്ടാവും. ഞാൻ മാഡത്തെ വന്ന് ഇനിയും കാണും. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അർച്ചന ഇപ്പൊ ചെല്ല്. ശരി. കേസ് ഫയൽ എടുത്ത് മുന്നിൽ വെച്ച് വെറുതെ നോക്കിയിരുന്നു. മനസ്സൊന്നിലും ഓർക്കുന്നില്ല. നിരഞ്ജനയോട് നമ്മൾ വലിയ അപരാധമാ ചെയ്യുന്നത്. നമ്മൾ ബോധപൂർവം ചെയ്യുന്നതാണോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ അർച്ചന കുഞ്ഞിനെയും ചോദിച്ച് അവിടെ ചെല്ലും. പിന്നീട് സംഭവിക്കുന്ന എന്തായിരിക്കും എന്നുള്ളത് അറിയാലോ. വെടിപ്പുരയ്ക്ക് തീ പിടിച്ചതുപോലെ ആവും. അർച്ചനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? കുഞ്ഞിനെ കാണുമ്പോ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാലോ? പ്രസവിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോ കൈവിട്ടു പോയ കുഞ്ഞാ. കുഞ്ഞിനെ വാരിയെടുത്ത് അവള് പൊട്ടിക്കരഞ്ഞ അതോടെ തീർന്നു. സ്നേഹ അത് അവളെ പറഞ്ഞു മനസ്സിലാക്കണം. അതൊക്കെ അന്നേരം കേട്ട് നിൽക്കുമെന്ന് മാത്രം. സ്വയം നിയന്ത്രിക്കാനൊന്നും അർച്ചനയ്ക്ക് കഴിയില്ല.
നമുക്ക് ദോഷമുണ്ടാവുന്ന ഒന്നും അർച്ചനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്നാ എന്റെ വിശ്വാസം. ആ വിശ്വാസം മുറുകെ പിടിച്ചു തന്നെയാ ഞാൻ മുന്നോട്ട് പോകുന്നത്. എന്തായാലും എനിക്ക് അർച്ചനെ നേരിലൊന്ന് കാണണം. അതിനൊരു അവസരം ഞാൻ ഉണ്ടാക്കാം. അർച്ചനയെ നിരഞ്ജനെ തിരിച്ചറിഞ്ഞ പിന്നെ അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ല. നീ കൂടി എന്നെ ചതിച്ചില്ലേന്ന് അവള് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് എന്തെങ്കിലും വലുത് നിരഞ്ജനയുടെ ജീവിതമാ. ഇനി അവൾ നമ്മളെ കുറ്റപ്പെടുത്താൻ ഇടയുണ്ടാവരുത്. നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാനും പറ്റില്ല. താൻ പോസിറ്റീവായിട്ട് ചിന്തിക്കേ. എങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയും? ഒരു ആൾമാറാട്ടം നടത്തിയ അർച്ചനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. സംസാരിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ നാവീന്ന് ഒരു വാക്ക് വീണാ പോരെ. സുധി അർച്ചനെക്കുറിച്ച് എല്ലാം നിരഞ്ജനയോട് പറഞ്ഞിട്ടുണ്ട്. അർച്ചനയുടെ ഫോട്ടോ വല്ലതും സുധി നിരഞ്ജനെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെന്നെങ്ങനെ നമ്മൾ വിശ്വസിക്കും? അതേപ്പറ്റി സുധിക്കും നിരഞ്ജനയ്ക്കും മാത്രമേ അറിയൂ. ഒരു പെണ്ണിന്റെ മനസ്സിൽ ധ്യാനിച്ച് ഭർത്താവ് ജീവിക്കുമ്പോൾ അവളുടെ മുഖം ഒന്ന് കാണാൻ ഏത് ഭാര്യ ആഗ്രഹിക്കാത്തത്? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? എങ്കിൽ നിരഞ്ജനയുടെ മുന്നിൽ ഉത്തരം മുട്ടി തല കുനിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും. നിരഞ്ജനെ വിളിക്കുമ്പോ അകലെ കൂട്ടി നീ ഈ മാറ്റർ സംസാരിക്കണം. നമ്മളിത് നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. പുറപ്പെടാനൊരു വിളിക്ക് വേണ്ടി അർച്ചന കാത്തു നിൽക്കുന്നു, വേലക്കാരിക്ക് വേണ്ടി നിരഞ്ജനയും. എനിക്കറിയില്ല ഫൈസി, സംഭവിക്കാൻ പോകുന്നത് എന്താന്ന്. ഒരു കുഞ്ഞും രണ്ടമ്മമാരും, ഒരു പെറ്റമ്മ, മറ്റേത് കുഞ്ഞിൽ അവകാശം ഉറപ്പിച്ച പോറ്റമ്മ. ഇതിനിടയിൽപ്പെട്ട് നമ്മളും. ചിരിക്കുന്നോ? എന്തടാ? ഇനി നമ്മൾ ആഘോഷിക്കുന്നത് മോന്റെ ചോറൂണാ. അന്ന് അച്ഛൻ കൂടുണ്ടാവില്ല കേട്ടോ. ആര് വന്നില്ലേലും മോന്റെ അച്ഛമ്മ വരും. നോക്കി, ആൽബം കിട്ടിയല്ലേ? നോക്കട്ടെ ചക്കരേ. ഞാനൊന്ന് മറിച്ച് നോക്കി, നന്നായിട്ടുണ്ട്. ഞാനോട് നോക്കട്ടെ. ഇതെല്ലാം വെച്ചല്ലേ? വാവേ നോക്കി. അച്ചോടാ ചക്കരേ. ദേ, ഇനി ആരും പറയില്ല ഇവൻ നമ്മുടെ കുഞ്ഞല്ലാന്ന്. ഇത് വെറും ബുദ്ധിയല്ല, വക്കീൽ ബുദ്ധിയാ. എനിക്ക് ഇങ്ങനെ ഒരു ആൽബം വേണം. ബാക്കിയുള്ള പേജുകൾ സുധി മടങ്ങി വരുമ്പോൾ കാണാനുള്ളതാ. ഇവന്റെ വളർച്ച, ചോറൂണ് എല്ലാം ഞാൻ ഈ ആൽബത്തിൽ നിന്ന് ഇറക്കും. ചേച്ചി പോയിട്ട് കുറേ സമയമായോ അമ്മേ? ഉച്ചയ്ക്ക് പോയതാ. അങ്ങനെയൊന്നും കുഞ്ഞിനെ മറക്കാൻ പറ്റില്ലെന്ന് ആർക്കാ അറിയാത്തത്. ഉള്ളിലിരുന്ന് വീർപ്പ് മുട്ടുമ്പോഴും ആരോടും അതേപ്പറ്റി സംസാരിക്കുന്നില്ലെന്നേ ഉള്ളൂ. കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്നറിയാൻ പോയതാവും. ഹിമ മാഡം വിളിച്ചിട്ടൊന്നുമല്ല പോയത്. വിളിക്കുന്നെങ്കിൽ എന്റെ ഫോണിലല്ലേ വിളിക്കൂ. ആരുടെയും കൂട്ടില്ലാതെ അച്ചുവെച്ച് പോകുന്നത് ശരിയല്ല. ചെവള രാഘവൻ എപ്പോഴാ വരുന്നെന്നറിയില്ല. വന്നെന്നാ തോന്നുന്നു. ദൈവമേ, ഇനി എത്തിയാ മതി. അച്ചുവെച്ച് എന്തിനാ തനിച്ചു പോയത്? ഞങ്ങൾ ആരെങ്കിലും കൂടെ വരില്ലായിരുന്നോ? ഞാൻ ഹിമ മാഡത്തെ കാണാൻ പോയതാ. വെറുതെ ഇരുന്ന് മുഷിഞ്ഞപ്പോ തോന്നിയതാ. ഇനി തനിച്ചു പോയില്ലേ അച്ചുവെച്ചി? ഇല്ല മോളെ. അവരെന്തെങ്കിലും പറഞ്ഞോ മോളെ? അത് പ്രതീക്ഷിച്ചല്ല ഞാൻ പോയത്. നല്ല വാർത്തയാ കിട്ടിയത്. എന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു മാഡം. ഹിമ മാഡത്തിന്റെ ഒരു ബന്ധു മൂന്നാറിലൊരു ടീ ഫാക്ടറിയിലെ സൂപ്പർവൈസറാണ്.
അവിടെ ഒരു അക്കൗണ്ടന്റിന്റെ ഒഴിവുണ്ടെന്നറിഞ്ഞു. അതെനിക്ക് തന്നെ കിട്ടുമെന്ന് മാഡം എനിക്ക് ഉറപ്പ് തന്നു. സത്യാണോ? അതെ മോളെ. വെറുതെ മോഹിപ്പിക്കാൻ ഹിമ മാഡം പറയില്ല. അപ്പോ അച്ചുവേച്ചി ഇവിടെ നിന്ന് പോവാണല്ലേ? ജോലി കിട്ടിയ പിന്നെ പോണ്ടേ മോളെ. ജോലിക്ക് വേണ്ടി ധൃതി കാണിച്ചപ്പോ ഞാനതത്ര കാര്യമാക്കിയില്ല. അടുത്തെങ്ങാനും ഒരു ജോലി കിട്ടില്ല ചേച്ചി, നമുക്ക് അതിന് ശ്രമിച്ചൂടെ? ബാങ്കിലെ ജോലി കിട്ടിയാലും നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? എവിടെയായാലും വല്ല ഹോസ്റ്റലിലും കഴിഞ്ഞേ പറ്റൂ. അച്ചുവേച്ചി പറയുന്നതാ ശരി. വീടിനടുത്ത് ആർക്കും ജോലി കിട്ടില്ല. മൂന്നാറിലായ എന്താ? എങ്കിലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോവാന്ന് വെച്ചാ. മോൾ എന്താ ഈ പറയുന്നേ? ഇത് വേണ്ടെന്ന് വെക്കാനോ? എത്ര ആഗ്രഹിച്ചതാണെന്നോ ഞാൻ ഈ ജോലി. എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ താമസ സൗകര്യമൊക്കെ എങ്ങനെയാ മോളെ? അതൊക്കെ കമ്പനി തരും. ഓഫീസ് വിഭാഗത്തിൽ വേറെ സ്ത്രീകളുണ്ട്. എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഹിമ മാഡം എന്നെ അങ്ങോട്ട് വിടില്ലല്ലോ. നമ്മൾ ആര് പറഞ്ഞാലും അവള് കേൾക്കില്ല. പോകണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? അച്ചുവേച്ചിയുടേത് നല്ല തീരുമാനം. എതിർപ്പ് പറഞ്ഞ് ആരും അച്ചുവേച്ചി തടയരുത്. എന്നാലും മോളെ. ഒരെന്നാലും ഇല്ല. സത്യത്തിൽ അച്ചുവേച്ചി ഇവിടെ നിൽക്കുന്നത് എനിക്ക് പേടിയാ. നമ്മളാ ചെവളെ മറക്കരുത്. അച്ചുവേച്ചി പറഞ്ഞത് എല്ലാരും വിശ്വസിച്ചു. അതല്ലാതെ പിന്നെ എന്ത് പറയും? കള്ളം പറഞ്ഞു പോകുന്നതിന്റെ കുറ്റബോധമുണ്ട്. അച്ചുവേച്ചി അതോർത്ത് വിഷമിക്കണ്ട. നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആർക്കും ദോഷമില്ലാത്ത കള്ളമൊക്കെ പറയാം. ഹിമ മാഡത്തോടും കള്ളം പറഞ്ഞു. ഒരാപത്ത് വന്നപ്പോ ജീവൻ രക്ഷിച്ചത് അവര്. മറ്റൊരു വഴിക്ക് ജോലി കിട്ടിയെന്ന് ഞാൻ മാഡത്തോട് പറഞ്ഞത്. അതല്ലാതെ വീട്ടുജോലിക്ക് പോകുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. പോകുന്നത് വീട്ടുജോലിക്കാണെങ്കിൽ മടിക്കാതെ ഞാനത് പറയുമായിരുന്നു. പക്ഷേ സത്യം അങ്ങനെയല്ലല്ലോ. പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയണം. സുധിയും നിരഞ്ജനയും തമ്മിലുള്ള ജീവിതം, നിരഞ്ജനയ്ക്ക് കുഞ്ഞുണ്ടാവില്ലെന്നുള്ള സത്യം, അങ്ങനെ പലതും. മറ്റുള്ളവർ രഹസ്യമാക്കി വെച്ച സ്വകാര്യതകൾ നമ്മൾ എന്തിനാ മോളെ പുറം ലോകത്തെ അറിയിക്കുന്നത്? അതോർത്ത് മാത്രം ഹിമ മാഡത്തോട് ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇപ്പോഴും അച്ചുവേച്ചിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ. ചിന്തിക്കണം മോളെ. ആരുമല്ലാത്ത എന്നെ വിശ്വസിച്ച് ഇതൊക്കെ പറഞ്ഞ ആ മനുഷ്യനോട് ഞാൻ നീതി കാണിച്ചേ പറ്റൂ. സുധി സാറിന്റെ ഭാര്യ എങ്ങനെയുള്ള സ്ത്രീയാണെന്ന് അറിയില്ല. വക്കീലാണെന്നല്ലേ കേട്ടത്? അതെ. ഒരു വീട്ടുജോലിക്കാരിയുടെ വില മാത്രമേ അവരച്ചുവേച്ചിക്ക് തരൂ. ചിലപ്പോ സങ്കടപ്പെടുത്തിയെന്നും വരും. വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ലേ നിരഞ്ജന. അങ്ങനെയുള്ളവര് വീട്ടുജോലിക്കാരിയോട് മോശമായിട്ടൊന്നും പെരുമാറില്ല. വെറുതെ കുറ്റപ്പെടുത്തുകയും ചെയ്യില്ല. മുമ്പുണ്ടായിരുന്ന ജോലിക്കാരി അവര് പറഞ്ഞു വിട്ടെന്നല്ലേ അറിഞ്ഞത്? അവരുമായി എന്താ പ്രശ്നമെന്ന് നമുക്കറിയില്ലല്ലോ. നിരഞ്ജനയ്ക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ ചെയ്യാതിരുന്നാ പോരെ? അച്ചുവേച്ചി കാരണം അവർക്ക് സുധിസാറിനെ ഭർത്താവായി കിട്ടിയത്. ഇപ്പോ അച്ചുവേച്ചി കാരണം ഒരു കുഞ്ഞും. അച്ചുവേച്ചിയുടെ കാല് പിടിക്കാനുള്ള യോഗ്യത പോലും അവർക്കില്ല. നീ അങ്ങനൊന്നും പറയല്ലേ മോളെ. പറഞ്ഞു പോകുന്നതാ. എന്ത് യോഗ്യത ഉണ്ടവർക്ക്? നിരഞ്ജന നല്ല കുടുംബത്തിൽ ജനിച്ചു. ഇഷ്ടം പോലെ സമ്പത്തും ആൾബലവും ഉണ്ട്. അത് തന്നെയാണ് അവളുടെ യോഗ്യത. അതുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? എന്റെ ഗർഭപാത്രത്തിന് വിലയിടാൻ വരെ നിരഞ്ജനയ്ക്ക് കഴിയും. പിന്നെ ഫൈസ സാർ പിന്നീട് വിളിച്ചില്ല. എല്ലാ തയ്യാറെടുപ്പുമായി ഞാനിവിടെ കാത്തിരിക്കുക. ഇനി എന്താവൂന്നറിയില്ല.
കൂടുതലായിട്ട് എനിക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അത് പോരല്ലോ. എനിക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെയാണ് ശ്രുതിക്കുള്ള താമസ സ്ഥലം ഒരുക്കുന്നത്. എനിക്കൊരു റൂം മാത്രം മതിയടാ. നോ, താൻ എൻ്റെ ഗസ്റ്റാ. ആ പിന്നെ വിവാഹമൊരുക്കൊക്കെ എന്തായി? ഒരുക്കൊന്നും പറയാനൊന്നും ഇല്ല ശ്രുതി. അവളെ എന്നും കാണുന്നല്ലേ. ഓക്കെ, അപ്പോ ഇവിടുന്ന് 15-ന് ഞാൻ പുറപ്പെടും. എയർപോർട്ടിൽ ഞാൻ ഉണ്ടാവും. ശരിയടാ, ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ, സീ യു. അവൻ എനിക്ക് വേണ്ടി ഒരു അപ്പാർട്ട്മെന്റ് തന്നെ ഒഴിച്ചിട്ടിരിക്കുക. ഞാനൊന്ന് ചെല്ലട്ടെ, പിന്നെ തന്നെ മോനെ കൊണ്ടുപോവാം. അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. പിന്നെ സുധി യാത്ര പറയാൻ വീട്ടിലേക്ക് പോകുന്നില്ലേ? യാത്ര പറച്ചിലൊക്കെ നേരത്തെ കഴിഞ്ഞതല്ലേ. അത് പോരാ. അച്ഛനെ കാണാൻ സുധി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ അമ്മയെ സുധിക്ക് കാണണ്ടേ? സദാസമയവും അമ്മ സുധിയെ മാത്രം ഓർത്താ ജീവിക്കുന്നത്. അമ്മയുടെ മനസ്സിൽ വേറെ ആരാ ഉള്ളത്? സുധി ചെന്നൊന്ന് അമ്മയെ കാണണം. എന്നിട്ട് വേണം അച്ഛന്റെ ബാക്കി വെച്ച ചോദ്യങ്ങളെ ഞാൻ നേരിടാൻ. ഞാനത് മനസ്സിലാക്കാതെയല്ല. സുധിക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഒന്നും വേണ്ടെന്ന് പറയാൻ ഞാൻ വരില്ല. യാത്ര ചോദിക്കാതെ സുധി പോയാൽ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല. ശരി, ഞാൻ പോവാം. വേറെയും ചിലരെയൊക്കെ കാണാനുണ്ട്. പോകുന്നത് എല്ലാവരെയും അറിയിച്ചിട്ട് തന്നെ വേണം. നിരഞ്ജനയ്ക്ക് ഇപ്പൊ കുറച്ച് വയറൊക്കെ ഉണ്ടോ? ഇനിയിപ്പോ അതിന്റെ സമയമൊക്കെ ആയില്ലേ? എനിക്ക് തോന്നുന്നത് പെൺകുഞ്ഞായിരിക്കുമെന്നാ. അതെന്താ ഗീത അങ്ങനെ പറയാൻ? നിരഞ്ജനെ കണ്ടപ്പോ എനിക്ക് തോന്നിയതാ. അവളെ ചെന്നൊന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ജയന്തിയുടെ ഏട്ടനാണെങ്കിൽ ഒന്നിനും സമയമില്ല. ശബരിയെ വിളിച്ചിട്ട് അവൻ കൂടെ വരുന്നുമില്ല. സുധിയോടല്ല, അർച്ചനയോടെന്തോ ചതി ചെയ്ത മട്ടിൽ അവന്റെ നടപ്പ്. അർച്ചനെ ഞാൻ മനസ്സിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടതാ. ഗീത ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വീണ്ടും ഉള്ളിലൊരു നീറ്റലാ. ജയന്തിക്കും അങ്ങനെ തോന്നി തുടങ്ങിയോ? ശബരി അങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ എങ്ങനെ തള്ളിക്കളയാനാവും? ജയന്തിയോട് ഇനി അതേപ്പറ്റി സംസാരിക്കേണ്ടെന്നാ ഞാൻ കരുതിയത്. ഇനി ആർക്കും തിരുത്തി എഴുതാൻ കഴിയാത്തതാ അർച്ചനയ്ക്ക് സംഭവിച്ചത്. അതാ ആ പാവം പെണ്ണിന്റെ വിധി. ശബരി പറയുന്നതിലും കാര്യമുണ്ട്. ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടത് ഞങ്ങളാ. ചേട്ടൻ ജയന്തിയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ സുധിയുടെ വിവാഹം നടക്കില്ലായിരുന്നു. സുധി കാരണം ഒരു പെണ്ണ് ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും വിവാഹവുമായി മുന്നോട്ടു പോകാൻ അവർ തയ്യാറായി. ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് പറയാമെങ്കിലും മനസ്സിലത് ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരും. സുധി അർച്ചനയും തമ്മിൽ ഇനിയൊരു കണ്ടുമുട്ടലുണ്ടാവില്ലെന്ന് ജയന്തിക്ക് തോന്നുന്നുണ്ടോ? അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാവും. ദൈവം തന്നെ അവളെയും കുഞ്ഞിനെയും സുധിയുടെ മുന്നിലെത്തിക്കും. ഗീതേ, ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. അർച്ചനയ്ക്ക് ജനിച്ചത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോന്ന് നമുക്കറിയില്ല. പെൺകുഞ്ഞാണെങ്കിൽ അതിന്റെ ഭാവി എന്താവുമെന്ന് നമ്മൾ ഓർക്കണം. കല്യാണപ്രായമൊക്കെ ആവുമ്പോഴാ അച്ഛന്റെ വില എന്താണെന്ന് അർച്ചനെ അറിയാൻ പോകുന്നത്. അവൾക്ക് അന്നേരം അഭിമാനം മാറ്റിവെച്ച് ആശ്രയിക്കാൻ വേറെ ആരാ ഉള്ളത്? സുധിയല്ലാതെ. ഹലോ സാർ, ഞാൻ അർച്ചനയാ. എന്താ അർച്ചന?
മോന്റെ അടുത്തേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് പിന്നെ സാർ ഒന്നും പറഞ്ഞില്ല. അത് ഞാൻ വരുത്തുന്ന കാലതാമസമല്ല, സുധി പോകാൻ വേണ്ടി കാത്തിരിക്കുന്നതല്ലേ. സുധി പോവെന്ന് തീർച്ചയാണോ സാർ? ഞാനത് പറഞ്ഞതല്ലേ. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. 15-ന് സുധി പോവും. അർച്ചന കുറച്ച് ക്ഷമ കാണിക്കണം. ക്ഷമയില്ലാത്തതുകൊണ്ടല്ല സാർ, ഒരു വീട്ടുജോലിക്കാരിയുടെ സ്ഥാനമല്ലേ എനിക്ക്. ഇതിനിടയ്ക്ക് അവർക്ക് മറ്റൊരു ജോലിക്കാരിയെ കിട്ടിയാലോ? അവര് എന്നെ വേണ്ടെന്ന് വെക്കില്ലേ സാർ? എനിക്കത് സഹിക്കാൻ പറ്റുമോ സാർ? അർച്ചനയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അറിയാതെ മറ്റൊരാൾ അവിടെ വരില്ല. എന്റെ മനസ്സിലും ആ പ്രാർത്ഥനയാ സാർ ഉള്ളത്. എന്റെ മോനെ ഒന്ന് കാണാൻ എന്റെ കണ്ണ് കൊതിക്കുക. ഇനി വെറും 4 ദിവസമല്ലേ ഉള്ളൂ. അതുവരെ അർച്ചനെ ഒന്ന് ക്ഷമിക്കേ. എന്താ? ശരി സാർ. സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എന്നോട് നീരസമൊന്നും തോന്നരുത്. ഒരു നീരസവുമില്ല, സന്തോഷമായിട്ടിരിക്കെ. ശരി സാർ. പകരം ജോലിക്കാരി വരുമോ എന്നുള്ള പേടിയാ അർച്ചനയ്ക്ക്. പാവം. അത് സംഭവിച്ചുകൂടൊന്നുമില്ല. നിരഞ്ജനെ ആകെ വലഞ്ഞ മട്ട. പോകുന്നതിന് മുമ്പ് സുധി ഏതെങ്കിലും വഴിക്ക് ഒരാളെ കൊണ്ടുവരാനും സാധ്യത കൂടുതലാ. താൻ നിരഞ്ജനെ വിളിച്ച് അതൊന്ന് ഉറപ്പിച്ചു വെക്കണം. ഒരാൾ അവിടെ കയറിപ്പറ്റിയാ പിന്നെ നമ്മുടെ നീക്കങ്ങളൊക്കെ പാളിപ്പോവും. സുധി പോകുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പോവാനിരിക്കല്ലേ. അന്നേരം കൂടെ സെർവന്റ് ഉണ്ടെന്ന് നിരഞ്ജനയോട് പറയാം. അവിടെ ചെന്നിട്ടോ? അവൾക്കൊരു അസൗകര്യം വന്നോണ്ട് പിറ്റേന്ന് വരുമെന്ന് പറയാം. അതൊക്കെ ഞാൻ പറഞ്ഞു പരിഹരിച്ചോളാം. ഇനി വൈകണ്ട, ഇപ്പൊ തന്നെ ഞാൻ നിരഞ്ജനോട് സംസാരിക്കാം.